നിർണായക CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാന അജണ്ട. EP ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയും ചർച്ചയായേക്കും. ജയരാജനെതിരെ നടപടി വേണമെന്നും വേണ്ടെന്നും പാർട്ടിയിൽ അഭിപ്രായമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിലയിരുത്താനാണ് CPIM ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. 20 മണ്ഡലങ്ങളിൽ നിന്നുള്ള ബൂത്ത് തല കണക്കുകൾ സെക്രട്ടേറിയറ്റ് പരിശോധിക്കും. ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല എന്നാണ് പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ. LDFന് 6 മുതൽ 10 വരെ സീറ്റുകളിൽ ജയിക്കാനാകുമെന്നും CPIM പ്രതീക്ഷിക്കുന്നു. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറും EP ജയരാജനും തമ്മിലെ കൂടിക്കാഴ്ചയും യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കും. കൂടിക്കാഴ്ച മൂടിവെച്ചതിലും ദല്ലാൽ നന്ദകുമാറുമായുള്ള EP-യുടെ അമിത സൗഹൃദത്തിലും പാർട്ടിക്കുള്ളിൽ കടുത്ത അതൃപ്തിയാണുള്ളത്. തെരഞ്ഞെടുപ്പ് പോളിംഗിന്റെ ദിവസം തന്നെ EP കുറ്റസമ്മതം നടത്തിയതിലും നേതൃത്വത്തിന് അമർഷമുണ്ട്. EP-ക്കെതിരെ യോഗത്തിൽ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നേക്കും. CPI അതൃപ്തി പരസ്യമാക്കിയ പശ്ചാത്തലത്തിൽ EP ജയരാജൻ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഒഴിയുമോ എന്നതിലും ആകാംക്ഷയുണ്ട്. അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ഈ ഘട്ടത്തിൽ നടപടിക്ക് സാധ്യത കുറവാണ്. നടപടിയുടെ കാര്യത്തിൽ പിന്നീടായിരിക്കും പാർട്ടി തീരുമാനമെടുക്കുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.